ഓർമ്മകളോടിക്കളിക്കുവാനെത്തുന്നു മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ. എന്ത് രസമാണല്ലേ ദുബായിയുടെ ആ പഴയ പ്രൗഢി വിളിച്ചോതുന്ന ഒരു പരിസരമാണ് ഇത് ചുറ്റും കാണുന്നത്. ഞാനിങ്ങനെ അവിടെ ഇരിക്കുമ്പം എൻ്റെ മനസ്സിൽ തോന്നി, എൻ്റെ ചെറുപ്പം മുതലേ ഇപ്പോൾ ദുബായിൽ വലുതാകുന്നവരെ എൻ്റെ 3 സ്ഥലത്ത് ഞാൻ പറിച്ചു നട്ടു. ആദ്യം ഒരു കുഗ്രാമത്തിൽ, കോട്ടയത്തെ മാഞ്ഞൂർ എന്ന് പറയുന്ന ഒരു കുഗ്രാമം, അവിടുന്ന് നീലേശ്വരം എന്ന് പറയുന്ന കാസർഗോഡ് ഡിസ്ട്രിക്റ്റിലേക്ക് പറിച്ചു നട്ടു. അവിടുന്ന് ദുബായിലേക്ക് പറിച്ചു നട്ടു. അപ്പം ഞാൻ വിചാരിച്ചു, ഇങ്ങനെ പഴയ ഡയറിയൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഞാൻ വിചാരിച്ചു, നോക്കേണ്ട എത്ര പഴയത്. ഞാനിങ്ങനെ തുടക്കം മുതലേ ഉള്ള കണ്ടോ എൻ്റെ കുസൃതികളെല്ലാം ഇതിനകത്തുണ്ട്. അപ്പം ഇങ്ങനെ ഓരോന്ന് ഞാൻ അന്ന് മുതലേ എഴുതി വച്ചിരുന്നു. ഓക്കെ, അപ്പം അതൊക്കെ ഒന്ന് റിവാമ്പ്, കാരണം ഞാനും ബിസിനസ്സും കലയും എങ്ങനെ ദുബായിയുടെ വളർച്ചയും ഇതൊക്കെ ഒരേ സമയത്ത് വളർന്നതാണിത്. അതിൻ്റെ മുമ്പോട്ടുള്ള തലമുറയ്ക്കും ഇപ്പോഴുള്ള തലമുറയ്ക്കും അത് കാണണം അല്ലെ കാണിക്കണമെന്നും എൻ്റെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാനിത് യൂട്യൂബ് ചാനലിലേക്ക് അത് ഒപ്പിയെടുത്തിട്ട് നിങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പം അടുത്ത എപ്പിസോഡ് മുതൽ ജെന്നി ഫ്ലവേഴ്സിൻ്റെ യൂട്യൂബ് ചാനലിൽ ജെന്നി ഫ്ലവേഴ്സ് എന്ന് പറയുന്ന ജെന്നിയുടെ ചെറുപ്പകാലം, പിന്നെ ടീനേജ്, പിന്നെ യൗവനകാലം, പിന്നെ ബിസിനസ് ലൈഫ്, കലാജീവിതം, ദുബായിയുടെ ചരിത്രം, ദുബായിൽ ഞാൻ അന്നൊക്കെ എന്തൊക്കെ കണ്ടു, ഞാൻ വന്ന കാലത്ത് എന്തൊക്കെ ഉണ്ടായിരുന്നു, ഇതൊക്കെ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഇതൊക്കെ നിങ്ങൾക്ക് കേൾക്കണം, നിങ്ങളത് കേൾക്കണം. കാരണം ഒരു പ്രത്യേക രീതിയിലല്ലായിരിക്കും എല്ലാവരും പറയുന്നത് പോലെ ദുബായിൽ ഇതല്ല കഥ. എൻ്റെ ചെറുപ്പം മുതൽ എങ്ങനെയാണ് ഇത് കണക്റ്റഡ് ആയിരിക്കുന്നുള്ള കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ നാളെ മുതൽ വാച്ച് ചെയ്യാം. ജെന്നി ഫ്ലവേഴ്സിൻ്റെ യൂട്യൂബ് ചാനൽ തീർച്ചയായിട്ടും നിങ്ങൾ വാച്ച് ചെയ്യണം. ഇൻസ്റ്റാഗ്രാമിലും കുറച്ച് പ്രൊമോസൊക്കെ ഉണ്ടാകും, പക്ഷേ ഫുൾ വീഡിയോ യൂട്യൂബിലായിരിക്കും കാണിക്കുന്നത്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. എന്നെ അനുഗ്രഹിക്കുക നിങ്ങൾ. നാളെ മുതൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണത്.